കിരീടം നഷ്ടമായെങ്കിലും കളിമണ്ണിൽ കൈവിട്ട അഭിമാനം വീണ്ടെടുക്കാൻ വമ്പന്മാരായ ഫ്രാൻസും ഇംഗ്ലണ്ടും നേർക്കുനേർ വരികയാണ്. സെമിയിൽ കാലിടറി വീണ ഇരു വൻ ശക്തികളും ലോകകപ്പിലെ 3ാം സ്ഥാനക്കാർക്കുള്ള വെങ്കല മെഡലിനായി കൊമ്പുകോർക്കുമ്പോൾ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പാണ്. ലോകകപ്പ് സെമി ഫൈനൽ പരാജയങ്ങളുടെ നിരാശ മറികടന്ന 3ാം സ്ഥാനക്കാർക്കുള്ള വെങ്കല മെഡലിനായി ഫുട്ബോളിലെ ചിരവൈരികളായ ഫ്രാൻസും ഇംഗ്ലണ്ടും നേർക്കുനേർ വരികയാണ്. സ്പെയിനിനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോറ്റാണ് ഫ്രാൻസ് പുറത്തായതെങ്കിൽ ആന്റണി ഗോർഡനിലൂടെ ആദ്യ ലീഡ് നേടിയിട്ടും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് 1-2 ഗോളുകൾക്ക് പരാജയപ്പെട്ടാണ് ഇംഗ്ലണ്ടിന്റെ ഫൈനൽ സ്വപ്നങ്ങൾ തകർന്നത്. ഫ്രഞ്ച് തന്ത്രജ്ഞൻ ദിദിയർ ദെഷാംസ് പരിശീലക സ്ഥാനം ഒഴിയുന്നതിന് മുൻപുള്ള വിടവാങ്ങൽ മത്സരം കൂടിയാണിത്. സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ഫോമില്ലായ്മയും പരിക്കേറ്റ് പുറത്തായ പ്രതിരോധ താരം വില്യം സാലിബയുടെ അഭാവവും ഫ്രാൻസിന് വലിയ തിരിച്ചടിയാണ്. സാലിബയ്ക്ക് പകരം മാക്സിൻസ് ലാക്രോയിക്സ് ഫ്രഞ്ച് പ്രതിരോധത്തിൽ ഇറങ്ങിയേക്കും. മറുഭാഗത്ത് തന്ത്രപരമായ പാളിച്ചകളുടെ പേരിൽ കടുത്ത വിമർശനം നേരിടുന്ന തോമസ് ടുഹലിന്റെ ഇംഗ്ലണ്ടിന് റീസ് ജെയിംസിന്റെ പരുക്കും ജൂഡ് ബെല്ലിംഗ്ഹാമിന് മേലുള്ള വിലക്ക് ഭീഷണിയും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഇതിനു മുൻപ് കളിച്ച 2 വെങ്കല പോരാട്ടങ്ങളിലും പരാജയപ്പെട്ട ചരിത്രമാണ് ഇംഗ്ലണ്ടിനുള്ളത്. എന്നാൽ മുൻപ് കളിച്ച 3 വെങ്കല പോരാട്ടങ്ങളിൽ 2ലും വിജയിച്ച ചരിത്രമുള്ള ഫ്രാൻസിനാണ് മത്സരത്തിൽ മുൻതൂക്കം. ഒരു ദിവസത്തെ അധിക വിശ്രമത്തിന്റെ ആനുകൂല്യവും ശക്തമായ പോരാട്ട വീര്യവുമായി ഇറങ്ങുന്ന ഫ്രാൻസിനെ മറികടന്ന് വെങ്കല മെഡലോടെയെങ്കിലും മടങ്ങാനായിരിക്കും ഇംഗ്ലണ്ടിന്റെ ശ്രമം. ഒടുവിൽ കളിച്ച 9 മത്സരങ്ങളിൽ ഒരേയൊരു തവണ മാത്രം ഫ്രാൻസിനെ തോൽപ്പിക്കാനായ ചരിത്രമുള്ള ഇംഗ്ലണ്ടിന് ഈ മത്സരം കടുത്ത പരീക്ഷണമായിരിക്കും. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.